സ്നേഹാദരണ്യരായ സഹോദരങ്ങളെ, വാത്സല്യനിധികളായ രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കിടയിൽ പരസ്പരം സമാധാനവും ശാന്തതയും ലഭിക്കുന്നതിനു വേണ്ടി ദാമ്പത്യ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കുമിടയിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു നിലക്കുമുള്ള സമാധാനവും ആശ്വാസവും ലഭിക്കുന്നില്ല എന്നത് നമുക്കിടയിലുള്ള വലിയൊരു വസ്തുതയാണ്. എന്താണതിന് കാരണമെന്ന് തീർച്ചയായും കുടുംബമായി ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ സമാധാനവും ആശ്വാസവും ലഭിക്കുന്നതിനുള്ള വ്യത്യസ്തങ്ങളായ മാർഗങ്ങളെക്കുറിച്ച്, രീതികളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആണിനെയും പെണ്ണിനെയും വ്യത്യസ്ത രൂപങ്ങളിൽ, സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിലൂടെ സൃഷ്ടിച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഭാര്യയ്ക്ക് സമാധാനം കണ്ടെത്താൻ കഴിയുന്ന ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള അവകാശത്തെ പോലെ തന്നെ ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയോട് വ്യത്യസ്തങ്ങളായ കടമകളും കടപ്പാടുകളും ബാധ്യതകളും നിർവഹിക്കാനുണ്ട്. ആ നിർവഹിക്കുന്ന കൂട്ടത്തിൽ ഒരു ഭർത്താവിന് സമാധാനം ലഭിക്കുന്ന ഒരു സ്ഥലമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്, പുരുഷന്മാരായ നമ്മൾ പല സ്ഥലങ്ങളിലും സമാധാനം അന്വേഷിക്കാറുണ്ട്. എന്നാൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമാധാനവും അവന്റെ ശാന്തിയും അവന്റെ ആശ്വാസം എവിടെയാ? അല്ലാഹു പറയുന്നത് നിന്റെ ഭാര്യയിലാണ്, നിന്റെ ഇണയിലാണ്, നിന്റെ തുണയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കാവശ്യമായ സമാധാനം ഇറക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ആ ഭാര്യയിലൂടെ നിനക്ക് സമാധാനം ലഭിക്കുന്നുവെങ്കിൽ ആ ഭാര്യക്കും ഭർത്താവിനുമിടയിൽ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ, അവർ രണ്ടുപേർക്കുമിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനം കണ്ടെത്താൻ ആവശ്യമായ മവദ്ദത്ത്, സ്നേഹം, ഹുബ്ബ് അല്ലാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട്. ആ ഹുബിന്റെ തീവ്രത, അതിന്റെ സ്ട്രോങ് എപ്പോഴാ നമുക്ക് കാണാൻ പറ്റുക? കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോ ആ ഒരു മഹബ്ബത്ത്, ആ ഒരു മവദ്ദത്ത് ഭാര്യയ്ക്കും ഭർത്താവിനുണ്ടാകും. അത് കഴിഞ്ഞ പല കുറ്റങ്ങളും കുറവുകളും ഭാര്യയ്ക്ക് ഭർത്താവിലും, ഭർത്താവില് ഭാര്യയ്ക്കുമൊക്കെ കണ്ടെത്താൻ പറ്റും. ആ സമയത്ത് ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ അനിവാര്യമായി മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ട മഹിതമായ ഒരു നന്മയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത് വറഹ്മത്തൻ എന്നാണ്. വയസ്സാകുമ്പോ ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ ഉണ്ടാകേണ്ടത് റഹ്മത്താണ്, കാരുണ്യമുണ്ടാകണം. കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് നന്മയോടെ, കാരുണ്യത്തോടെ ഭാര്യയും ഭർത്താവും പെരുമാറേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, തന്റെ ഭാര്യ എന്ന് പറയുന്നത് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അമാനത്താണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഫത്തഖുല്ലാഹ ഫിന്നിസാഇ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഭാര്യമാരുടെ വിഷയത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ. കാരണം ഫഇന്നകും അഖദതുമൂഹുന്ന ബിഅമാനില്ലാഹ്, അല്ലാഹുവിനോടുള്ള അമാനത്തിന്റെ പുറത്താണ് നിങ്ങൾ തുണയെ, ഭാര്യയെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കരാറിനെ കുറിച്ച് പറഞ്ഞത് വഅഖദ്നാ മിൻകും മീസാഖൻ ഗലീലാ, നിങ്ങൾ നിന്ന് ഇണയുടെ കാര്യത്തിൽ ശക്തമായ ഒരു കരാർ നിങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ, അമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്ത നമ്മുടെ ഭാര്യയോട് ഒരു മുഅ്മിനായ ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും ഒരുപാട് ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. ആ ബാധ്യതകൾ വിശദീകരിക്കുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇണയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉദാഹരണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരമായ, സന്തോഷകരമായ ഒരു ഉദാഹരണം അല്ലാഹു പഠിപ്പിക്കുന്നത് ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന,
അവർ ഭാര്യമാർ നിങ്ങൾക്കൊരു വസ്ത്രമാകുന്നു, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാണ്. എന്തിനാ സാധാരണ പ്രിയപ്പെട്ടവരെ നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? ഒന്ന്, നമ്മുടെ ഔറത്ത് മറക്കാനാ. രണ്ട്, നമുക്ക് ചുറ്റുമുള്ള കാലാവസ്ഥകളിൽ നിന്നും, ക്ലൈമറ്റിന്റെ വ്യത്യസ്തമായ രൂപങ്ങളിൽ നിന്നും, കാറ്റുകൾ, പൊടികൾ, തണുപ്പ്, ചൂട്, അതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തതോ, ഭംഗിക്ക് വേണ്ടി, അലങ്കാരത്തിന്, ആ ഒരു സീനത്തിന് വേണ്ടിയാണ് നമ്മുടെ വസ്ത്ര ഉപയോഗം. അതൊരു ഭാര്യയിലൂടെ, ഭർത്താവിലൂടെ പരസ്പരം കൈമാറാൻ സാധിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഉദാഹരണം പറഞ്ഞത്, നിസാഉകും ഹർത്തുൻ ലക്കും ഫഅതൂ ഹർത്തകും അന്നാ ശഅതും. കൃഷിയിടത്തോടാണ് ഉപമിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാണ്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കൃഷിസ്ഥലത്ത് നട്ടുപിടിപ്പിച്ച വിത്തുകൾ വളർന്നു വലുതായി, അത് പാകമായി, ആ കൃഷി കൊയ്തെടുക്കാൻ സമയമായി നിൽക്കുമ്പോൾ ആ കർഷകൻ തണുപ്പ്, ചൂട്, ക്ലൈമറ്റ് ഒന്നും വകവെക്കാതെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റിവെച്ച് ആ കൃഷി നശിപ്പിക്കാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ, ആ കൃഷിയെ സംരക്ഷിക്കാൻ, പരിചരിക്കാൻ വേണ്ടി ആ കൃഷിസ്ഥലത്തിന്റെ ഒത്ത നടുവിൽ, സെന്ററിൽ ഒരു ടെന്റ് കെട്ടും, ഒരു ഷെഡ് കെട്ടും. എന്നിട്ട് ആ ഷെഡിൽ പോയിട്ട് ഉറക്കമൊഴിച്ച്, പ്രയാസങ്ങൾ സഹിച്ച്, കണ്ണ് അടഞ്ഞു പോകാതിരിക്കാൻ ആ കർഷകൻ ഒരൽപ്പം വെള്ളം ഒരു പാത്രത്തിലാക്കി ആ വെള്ളത്തിൽ തന്റെ കാലുകൾ വെച്ച് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കും. വീട്ടിൽ നല്ല AC ഉണ്ട്, നല്ല ഫാനുണ്ട്, നല്ല കാലാവസ്ഥയാണ്, നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. ആ ഉറക്കം കളഞ്ഞ് ക്ഷീണത്തോടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് ആ ഷെഡിൽ വന്ന് രാത്രിയിൽ തന്റെ കൃഷിസ്ഥലത്തിന് കാവൽ നിൽക്കുന്ന എന്തിനാ? ആ കൃഷിയെ സംരക്ഷിക്കാൻ, ആ കൃഷിയെ പരിചരിക്കാൻ, ആ കൃഷിയെ സ്നേഹിച്ചത് കൊണ്ട് അല്ലേ? അതുപോലെ അള്ളാഹു പറയാ, നിസാഉകും ഹർത്തുൻ ലക്കും, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിസ്ഥലമാണ്. ഒരു കർഷകൻ തന്റെ കൃഷിസ്ഥലത്തെ സ്നേഹിക്കുന്നത് പോലെ, പരിചരിക്കുന്നത് പോലെ, സംരക്ഷിക്കുന്നത് പോലെ, നന്നാക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നന്നാക്കണം, അവരെ സംരക്ഷിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാം. ഈ ആയത്തിനെ വിമർശിച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട് ഈ അടുത്ത കാലങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ ഫെമിനിസ്റ്റുകളായ, യുക്തിവാദികളായ ആളുകൾ, പുരോഗമനവാദികളായ ആളുകൾ പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് അല്ലേ? എന്താ, സ്ത്രീകളെ കൃഷിയോടാ ഉപമിച്ചത്. മുസ്ലിങ്ങളും ഇസ്ലാമും എത്ര വൃത്തികെട്ട രൂപത്തിലാണ് സ്ത്രീകളെ ഉപമിക്കുന്നത് എന്ന് ആളുകൾ പരിഹസിക്കുന്നു, കളിയാക്കുന്നു. അത്തരത്തിലുള്ള കളിയാക്കലുകളെയും പരിഹാസങ്ങളെയും മാറ്റിത്തിരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്ത്രീ ആരാണെന്ന് ഈ ഒരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയും ഒരു യാത്ര പോവുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നടക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകപ്പുറത്ത് കയറിയിരിക്കുന്നുണ്ട്. ആ ഒട്ടകത്തെ മഹാനായ അൻജഷ റളിയല്ലാഹു അൻഹു അതിന്റെ മൂക്ക് കയർ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുക. അങ്ങനെ പെട്ടെന്ന് ആ ഒട്ടകം നടന്നു പോകാൻ വേണ്ടി അൻജഷ റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തിന്റെ മൂക്ക് കയർ ഒന്ന് ശക്തമായി മുന്നിലേക്കൊന്ന് വലിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻജഷ റളിയല്ലാഹു അൻഹുവിനോട് പറയാം, റുവൈദക യാ അൻജഷ്, അൻജഷ അങ്ങനെ നീ ധൃതി കൂട്ടരുത്, സാവകാശത്തിൽ ആ ഒട്ടകത്തെ വലിച്ചു കൊണ്ടുപോകണം. കാരണം ലാ തക്സിറുൽ ഖവാരീർ, നീ പളുങ്കുപാത്രങ്ങൾ ഒരിക്കലും പൊട്ടിച്ചു കളയരുത് എന്നാണ്. ആ പളുങ്കുപാത്രം എത്ര ജാഗ്രതയോടെ, എത്ര സൂക്ഷ്മതയോടെ, എത്ര ശ്രദ്ധയോടുകൂടിയ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അതുപോലെ നമ്മുടെ ഭാര്യമാരെ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ പറയാം. അങ്ങനെ പളുങ്കുപാത്രത്തോടുകൂടി സൂക്ഷിക്കേണ്ട, സംരക്ഷിക്കേണ്ട, പെരുമാറേണ്ട നമ്മുടെ ഭാര്യമാരോട് നമുക്കൊരുപാട് പെരുമാറ്റ രീതികൾ വിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുക. വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും അന്യമായ മര്യാദയോടുകൂടി
പെരുമാറണം, ഇടപെടണം, സംസാരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഈമാനുള്ള മനുഷ്യനാരാ? നല്ല മാന്യനായ സൽസ്വഭാവിയായിട്ടുള്ള മനുഷ്യനാരാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അക്മലുൽ മുഅ്മിനീന ഈമാനൻ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഈമാൻ പൂർത്തിയാക്കിയ ആളുകൾ അഹ്സനുഹും ഖുൽഖാ, സൽസ്വഭാവികളായ ആളുകളാണ്. എങ്കിൽ ഞാൻ നിങ്ങൾ സൽസ്വഭാവികളാണോ? സൽസ്വഭാവികളാണെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഗുണത്തെക്കുറിച്ച്, ഒരു നന്മയെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം ഖുൽഖാ, തന്റെ ഭാര്യയോട്, തന്റെ ഇണയോട് മാന്യമായ രൂപത്തിൽ പെരുമാറുന്നവനാണ്, സൽസ്വഭാവം പ്രകടിപ്പിക്കുന്നവനാണ്, മര്യാദ കാണിക്കുന്നവനാണ് സൽസ്വഭാവിയായ മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സൽസ്വഭാവിയുടെ ഈമാൻ മാത്രമേ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ നമ്മുടെ ഭാര്യയോട്, നമ്മുടെ ഇണയോട് മാന്യമായി സൽസ്വഭാവത്തോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണോ എന്ന് ഞാനും നിങ്ങളും ഒന്ന് സ്വയം വിലയിരുത്തുക. നമ്മുടെ സംസാരം, ഭാര്യയോടുള്ള രീതികൾ മോശമാണെന്ന് നമുക്ക് എപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുകയെന്നറിയോ? നമുക്കൊരു മകൾ ഉണ്ടാവുകയും ആ മകൾ പ്രായപൂർത്തി എത്തുകയും അവളെ മറ്റൊരു ആണിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ മകളുടെ ഭർത്താവ് നമ്മുടെ മകളോട് നമ്മുടെ കരളിന്റെ കഷ്ണമായി നാം സ്നേഹിച്ച് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു കൊടുത്ത നമ്മുടെ മകളോട് മകളുടെ ഭർത്താവ് അപമര്യാദയായി, പരുക്കനായി, മോശമായി, നീചമായ രൂപത്തിൽ പെരുമാറുന്നു, സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു. അത് കാണുമ്പോ ഒരു ഉപ്പ എന്ന നിലക്ക് എനിക്ക് നിങ്ങൾക്കും എത്ര വേദനയുണ്ടാകും, എത്ര മനപ്രയാസമുണ്ടാകും സഹോദരങ്ങളെ, എത്ര സങ്കടമുണ്ടാകും. അതുപോലെയാണ് അപമര്യാദയായി, മാന്യമല്ലാത്ത രൂപത്തിൽ നമ്മൾ നമ്മുടെ ഭാര്യയോട് പെരുമാറിയാൽ, സംസാരിച്ചാൽ നമ്മുടെ ഭാര്യയുടെ മാതാപിതാക്കൾക്കും സങ്കടമുണ്ടാകുന്നത്, നമ്മുടെ ഭാര്യയ്ക്ക് പ്രയാസമുണ്ടാകുന്നത് അങ്ങനെയാണ്. അത് കൃത്യമായി മനസ്സിലാക്കണമെന്ന് മഹാനായ ഇബ്നു ഉതൈമിൻ റഹിമഹുല്ലാ എത്ര കൃത്യതയോടുകൂടിയാണ് സഹോദരങ്ങളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യ സഹജമായ ചെറുതും വലുതുമായ തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ ഭാര്യയിൽ ഉണ്ടാകും, അവളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും, അവളുടെ സംസാരങ്ങളിൽ ഉണ്ടാകും. ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഭയങ്കര വലുതായി നോക്കിക്കണ്ട് വലിയ പ്രയാസത്തിലേക്ക് മുഅ്മിനീങ്ങളായ ഭർത്താക്കന്മാർ നീങ്ങാൻ പാടില്ല എന്ന് മഹാനായി ഇമാം നവവി റഹിമഹുല്ലാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇപ്രകാരം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ആർദ്രതയോടെ, അലിവോടെ, സ്നേഹത്തോടെ, നന്മയോടെ, കരുണയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അവരുടെ മാനസികവും ശാരീരികവുമായ എല്ലാവിധ ദുർബലതകളും പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഭാര്യമാരോട് നിങ്ങൾ ഒരുമിച്ച് കൊണ്ട് ജീവിക്കേണ്ടത്. ഭാര്യയുടെ ചെറിയ ചെറിയ ന്യൂനതകൾ, ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ വലുതായി കണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ പ്രയാസപ്പെടുത്തുകയോ അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയോ ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പ്രയാസങ്ങൾ, ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ വലിയ തെറ്റായി നമ്മൾ കാണുന്നു. പാടില്ല. ഭാര്യയിൽ, അവളുടെ സംസാരത്തിൽ, അവളുടെ പെരുമാറ്റത്തിൽ, അവളുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വാചകം കൃത്യതയോടുകൂടി മനസ്സിരുത്തി വായിക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മുഅ്മിനീങ്ങളായ ഭർത്താക്കന്മാരായ ഞാനും നിങ്ങളും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഫഅസാ അൻ തക്റഹൂ ശൈആ, നിങ്ങൾക്ക് ഭാര്യമാരോട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ, അവരുടെ സംസാരത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് വെറുപ്പ് തോന്നുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം, വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കതീറാ. ഒരു കാര്യത്തിലാണ് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നത്, നിങ്ങൾക്ക് അനിഷ്ടം തോന്നുന്നതെങ്കിൽ മറ്റു പല കാര്യത്തിലും നിങ്ങളുടെ ഭാര്യയിൽ ഗുണമുണ്ട്, ധാരാളം നന്മകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു.
ആ ഒരു വാചകത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇൻ കരിഹ മിൻഹാ ഖുൽഖൻ റളിയ മിൻഹാ ആഖർ. ഭാര്യയിൽ നിന്ന് ഒരു സ്വഭാവം, ഒരു പെരുമാറ്റം, ഒരു സംസാരം, ഒരു പ്രവൃത്തി നിനക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ, മാന്യമല്ലാത്തതാണെങ്കിൽ, മറ്റൊരു പ്രവൃത്തിയിലൂടെ അവളെ നീ ഇഷ്ടപ്പെടുകയും ചെയ്യും, അവൾ നിന്നെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നികൃഷ്ടനായ, ഏറ്റവും മോശമായ, ഏറ്റവും നീചനായ മനുഷ്യനാരാണെന്നറിയോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അർറജുലു യുഫ്ളി ഇലാ ഇംറഅതിഹി വതുഫ്ളി ഇലൈഹി ثم ينشر സിർറഹാ. ജനങ്ങളിൽ വെച്ച് പരലോക സന്നിധിയിൽ മഅ്ശറയിൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്മാർ, ഏറ്റവും നീചനായ, നികൃഷ്ടനായ, നിന്ദ്യനായ ഭർത്താവ് ആരാണെന്നറിയുമോ? തന്റെ ഭാര്യയുമായി ശാരീരികമായ സുഖം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ശേഷം അവളുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ, സീക്രട്ടായ കാര്യങ്ങൾ തന്റെ കൂട്ടുകാരോട്, തന്റെ വീട്ടുകാരോട്, മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന ഭർത്താവാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ പരലോകത്ത് ഏറ്റവും നീചനായ ഭർത്താവെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭാര്യയിൽ നിന്നും എന്തെങ്കിലും മോശമായ കാര്യങ്ങളുണ്ടോ, നമ്മൾ വെറുക്കുന്ന കാര്യങ്ങളുണ്ടോ, അതൊരിക്കലും തന്നെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ല. ഭാര്യയോട് നമുക്ക് പറയാം, അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. പക്ഷേ ആ കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഭാര്യയുമായി ബന്ധപ്പെട്ട സ്വകാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്ത് വലിയൊരു ട്രെൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ട്രെൻഡ് എന്നറിയോ? ഭർത്താവ് ഗൾഫിൽ നിന്ന് വരിക, അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുക്കുക, എന്നിട്ട് സർപ്രൈസ് കൊടുക്കുക, അല്ലേ? അങ്ങനെ വന്ന് വീട്ടുകാരറിയിക്കാതെ, ഭാര്യ അറിയിക്കാതെ വീട്ടിലേക്ക് വരുന്ന ആളുകളുണ്ട്, അത്ഭുതപ്പെടുത്താൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. പാടില്ല. എന്താ കാരണം? നീ വരുന്ന വിവരം നിന്റെ ഭാര്യയെ വീട്ടുകാരെ അറിയിക്കണം, മുൻകൂട്ടി അറിയിക്കണം. എന്തേ? നിന്നെ സൽക്കരിക്കാൻ വേണ്ടി ഭാര്യക്കൊന്ന് ഒരുങ്ങാനുണ്ട്. അതിനുള്ളൊരവസരം നീ നിന്റെ വീട്ടുകാർക്ക്, ഭാര്യക്ക് കൊടുക്കണമെന്ന ഒരു മനപ്രയാസവും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക. എന്നിട്ട് ഭാര്യയും ഭർത്താവും ഇങ്ങനെ ആലിംഗനം ചെയ്ത് പരസ്പരം സ്നേഹത്തോടെ ചുംബിക്കുന്നത് തെറ്റായിട്ടല്ല. പക്ഷെ അതുപോലും ഒരു അറപ്പും ഒരു ഉളുപ്പും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോയായിട്ട്, വീഡിയോ ആയിട്ട് എടുത്തിട്ട് റീൽസും സ്റ്റോറിയും ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ആളുകളുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ഭർത്താവ് കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വരിക, ഇതുപോലെ സർപ്രൈസ് കൊടുത്തു. ട്രെൻഡിന്റെ കാലഘട്ടത്തിലല്ല ജീവിക്കണ്. വീഡിയോ എടുത്തു, ഭാര്യന്റെ മുമ്പിൽ പെട്ടെന്ന് കയറി ചെന്നു. ഭാര്യ കണ്ടു, സന്തോഷായി. പക്ഷെ ബോധം കെട്ടു വീണു. ആ ബോധം കെടലിൽ ഭാര്യ മരിച്ചു. ആ ഷോക്കിൽ ഭാര്യ മരണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതിനുള്ള താക്കീത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ നിങ്ങൾ, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യതുറുക റജുലു അഹ്ലഹു ലൈല. ഒരു ഭർത്താവ്, ഒരു മനുഷ്യൻ പാതിരാത്രിയിൽ തന്റെ കുടുംബത്തിന്റെ വാതിൽ മുട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. നമ്മൾ യാത്ര പോകുന്ന ആളുകളാണ്. ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ ഇന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അവിടെ എത്തും എന്ന മുന്നറിയിപ്പ്, എന്ന അറിയിപ്പ് നമ്മുടെ ഭാര്യയ്ക്ക് നൽകണം, നമ്മുടെ കുടുംബത്തിന് നൽകണം. അങ്ങനെ നൽകാതെ ഒരു പെട്ടെന്നുള്ള സമയത്ത് പോയി നിന്റെ ഭാര്യയെ നീ വിളിച്ചുണർത്തരുത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കും നിങ്ങൾക്കും താക്കീത് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് നിർവഹിച്ചു കൊടുക്കേണ്ട 3 രൂപത്തിലുള്ള അവകാശങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത്. റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. 3 കാര്യങ്ങൾ ഒരു ഭർത്താവിൽ നിന്നും തന്റെ ഭാര്യയ്ക്ക് അവകാശമായി ലഭിക്കേണ്ടതുണ്ട്. അതിലൊന്ന് റിസ്ഖുഹുന്ന, ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം, മാന്യമായ ഹലാലായ ഭക്ഷണം നൽകണം. രണ്ടാമത്തത് ഹലാലായ സമ്പത്ത് കൊണ്ട് വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങളാണ്. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഭാര്യയുടെ മനസ്സിന് സ്നേഹമുണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ, അവൾക്ക് സാന്ത്വനവും സമാധാനവും നൽകാൻ കഴിയുന്ന രൂപത്തിലുള്ള മാന്യമായ പെരുമാറ്റവും സ്വഭാവവും സംസാരവും പ്രവർത്തനവും ഭർത്താവിൽ നിന്നും തന്റെ ഭാര്യയ്ക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല ഒരു ഭർത്താവിൽ നിന്നും
ഭാര്യയ്ക്ക് ലഭിക്കേണ്ട 5 മര്യാദകളെ കുറിച്ച്, അദബുകളെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താ പ്രവാചകൻ പറഞ്ഞത്? അൻ തുതഇമഹാ ഇദാ തുഇംത. നീ ഭക്ഷിക്കുന്നുവെങ്കിൽ അവളെയും ഭക്ഷിപ്പിക്കുക. നമ്മൾ അങ്ങനെ ചെയ്യലുണ്ട് സഹോദരങ്ങളെ. നമ്മൾ പലപ്പോഴും സുഹൃത്തുക്കളുമായി, ഫ്രണ്ട്സുകളുമായി പുറത്തുപോയി നല്ല ചൂടുള്ള മധുരമായ ടേസ്റ്റായ ഷവായും അൽഫാമും ഒക്കെ കഴിക്കും, മന്തിയൊക്കെ കഴിച്ചിട്ട് വരും. ആ പാവം വീട്ടിൽ നിന്ന് 2 or 3 കുട്ടികളുണ്ടാവും. ചിലപ്പോൾ ചെറിയ കുട്ടികളായിരിക്കും. അവരെ വാരിയെടുത്ത് ഒക്കത്ത് വെച്ച് പ്രയാസം സഹിച്ച് അവിടെ കരച്ചിലൊക്കെ മാറ്റി അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകൾ സഹിച്ച് നമുക്ക് വേണ്ടി ഉള്ളതെന്താണോ ആ പാവം ഉള്ളത് വെച്ച് സ്നേഹത്തോടെ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കും. എന്നിട്ട് നമ്മൾ രാത്രിയിൽ കയറി ചെന്നിട്ട് ഭക്ഷണം ഡൈനിങ് ടേബിളിൽ വിളമ്പി വെക്കുമ്പോൾ എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യനോട് വിളിച്ചു പറയണം, ഇൻഷാ അല്ലാഹ് ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്, നിനക്കുള്ള ഭക്ഷണവും കുട്ടികൾക്കുള്ള ഭക്ഷണവും കൂടി ഞാൻ വാങ്ങാം എന്ന് പറയണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ കഴിക്കുന്നുവെങ്കിൽ അവളെയും കഴിപ്പിക്കുക. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു, നീ ഉടുക്കുന്നുവെങ്കിൽ, നീ ധരിക്കുന്നുവെങ്കിൽ അവളെയും ധരിപ്പിക്കാന്ന്. ഒരു ഷർട്ടും പാൻറ് എടുക്കുമ്പോൾ ഭാര്യനൊന്ന് പരിഗണിക്കുക. എന്താ ഒരു പരിഗണന? ഒരു ചെറിയൊരു മാക്സി എടുത്തു കൊടുക്കുക. എന്തെങ്കിലും ഒന്ന് അവളുടെ സന്തോഷത്തിന്, അവളുടെ തൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം അവൾക്കും കൂടി ഒന്നെടുത്ത് സ്നേഹത്തോടെ അവളുടെ കയ്യിൽ വെച്ചു കൊടുത്താൽ അതൊരു പുണ്യമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മൂന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞു, അവളുടെ മുഖത്ത് ഒരു കാരണവശാലും നിങ്ങൾ അടിച്ചു പോകരുത് എന്നാണ്. അവളെ ഉപദ്രവിക്കരുത്, അവളെ പ്രയാസപ്പെടുത്തരുത് എന്ന് പ്രവാചകൻ പറയുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര വലിയ താക്കീതാണ് നൽകുന്നതൊക്കെ നിങ്ങൾ. ബിമാ യൽറിബു അഹദുക്കും ഇംറഅതഹു ളർബ ഫഹ്ലി ثم لعله يعانقها. ഒട്ടകത്തെ, മൃഗത്തെ അടിക്കുന്നത് പോലെ ക്രൂരമായി അടിച്ച ശേഷം തന്റെ ഭാര്യയോടൊപ്പം അന്ന് രാത്രിയിൽ ശാരീരികമായി ശയിക്കുന്ന ഭർത്താവേ, നിനക്ക് നാണമില്ലേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്. നാലാമതായി ഭാര്യയോട് നിർവഹിക്കേണ്ട ഭർത്താവിനുള്ള അദബായി, മര്യാദയായി പ്രവാചകൻ പറഞ്ഞത്, വലാ തുഖബ്ബിഹ്, ഭാര്യയെ തെറി വിളിക്കരുത്, അവളെ അപമാനിക്കുകയും ചെയ്യരുത്. അഞ്ചാമത്തെ മര്യാദ, വലാ തജ്ഹുർ ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിലല്ലാതെ ബെഡ്റൂമിൽ വെച്ചിട്ടല്ലാതെ ഭാര്യയുമായി ഒരിക്കലും അകന്നു നിൽക്കുകയും ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലമൊക്കെ കഴിയുമ്പോൾ ഭാര്യ കൊയിലാണ്ടിയിലും ഭർത്താവ് കൊച്ചിയിലും ഉണ്ടാവും. അത്രയും ദൂരത്തിലാണ് നടത്തം. അങ്ങനത്തെ ഒരു അവസ്ഥ ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകാൻ പാടില്ല. ആർക്ക്? മുഅ്മിനീങ്ങളായ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രംഗം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇണയായി, തുണയായി അള്ളാഹുവിന്റെ മീസാക്കൻ ഖലീല എന്ന ആ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറ്റെടുത്തതാണ് നമ്മുടെ ഭാര്യമാരെ. അവരോട് ഒരുപാട് കടമകൾ, ഒരുപാട് ബാധ്യതകൾ ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. ആ രൂപത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവും റസൂലും പറഞ്ഞ മര്യാദകളും അതുപോലെ തന്നെ നിയമങ്ങളും കടമകളും കടപ്പാടുകളും ബാധ്യതകളും അവകാശങ്ങളും നിർവഹിച്ചു കൊടുത്തുകൊണ്ട് സ്നേഹത്തോടെ, മര്യാദയോടെ, ദീനോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ ആദർശം ഉൾക്കൊണ്ടവരായി അള്ളാഹുവിന്റെ കോടതിയിൽ സന്തോഷത്തോടെ പ്രവേശിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനും നിങ്ങൾ നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, കഴിവിന്റെ പരമാവധി ചെറുതും വലുതുമായ സ്വതക്കാത്തുകൾ നൽകുന്നവരാണ്, സമയം കിട്ടുമ്പോഴും അല്ലാത്തപ്പോഴും ദിക്ർ, ദുആ, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ആരാധനാ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ആ തൃപ്തിപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഒരു മുഅ്മിനായ ഭർത്താവിന്റെ മേലുള്ള ബാധ്യതകളുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, അല്ല അബ്ദുല്ലാഹ് ഇബ്നു അംർ, താങ്കളെ കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്, ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. എന്താണ് കംപ്ലൈന്റ്? താങ്കൾ പകലിൽ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്നു, നോമ്പെടുക്കുന്നു, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നു എന്ന വാർത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ശരിയാണ്. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ താക്കീത് ഇപ്രകാരം എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും.
നിന്റെ ശരീരത്തിനോട് നിനക്ക് ബാധ്യതയുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വ ഇന്ന ലി ഐനിക അലൈക ഹഖ്, നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട്. കുറച്ചു സമയം കണ്ണിന് റെസ്റ്റ് കൊടുക്കണം, എന്നിട്ട് അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതകൾ ചെയ്യണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വ ഇന്ന ലി സൗജിക അലൈക ഹഖ്, നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ആശ്വാസവും കണ്ടെത്താൻ ഭർത്താക്കന്മാരെന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ അൻഫഖ അർ-റജുലു അലാ അഹ്ലിഹി യഹ്തസിബുഹാ ഫഹുവ ലഹു സദഖ, ഒരാൾ തന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവ് ചെയ്യുകയാണ്. അങ്ങനെ ചെലവ് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രതിഫലമാണ് അവൻ ആഗ്രഹിച്ചതെങ്കിൽ അത് അവന്റെ മേൽ നല്ലൊരു സ്വതക്കയായി അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തും എന്ന. ഇനി ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ നല്ല സ്നേഹം ഉണ്ടാകാൻ, നല്ല അടുപ്പവും നല്ല മഹബത്തും മവദ്ദത്തൊക്കെ വർദ്ധിക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വാചകം നോക്കൂ നിങ്ങൾ. ഹത്താ മാ തജഅലു ഫീ ഫമി ഇംറാതിക്. ഈ ഹദീസ് കേട്ടിട്ട് ഇന്ന് തന്നെ പോയിട്ട് പ്രാക്ടിക്കൽ ആക്കണ്ട. ചിലപ്പോ ക്ലോറോഫോം ഇല്ലാതെ തന്നെ ആംബുലൻസിൽ കയറ്റേണ്ടി വരും, ചിലപ്പോൾ അറ്റാക്ക് ഒക്കെ വരും. എന്താ റസൂലുള്ളാഹി പറഞ്ഞെന്തറിയോ? സ്നേഹത്തോടെ ഒരു ഉരുള ഭക്ഷണം ഭാര്യന്റെ വായിൽ വെച്ച് കൊടുക്കാന്ന. നെഞ്ചിലൊന്ന് തൊട്ട് ഒന്ന് പറയാൻ പറ്റുക സഹോദരങ്ങളെ, കൈ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടൊന്ന് പറഞ്ഞേ, എന്റെ ഭാര്യയ്ക്ക് ഞാൻ സ്നേഹത്തോടെ ഒരു ഉരുള ഭക്ഷണം അവളുടെ വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താ നമ്മൾ പ്രാർത്ഥിക്കല്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്ൻ. പടച്ചോനെ, എന്റെ ഭാര്യയിലും എന്റെ സന്താനങ്ങളിലും നീ എനിക്ക് സമാധാനം നൽകണേ, കൺകുളിർമ നൽകണേ, സന്തോഷം നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കലുണ്ട് അല്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ, ആ ഭാര്യയിൽ നിന്നും എനിക്ക് നിങ്ങൾക്ക് കൺകുളിർമയും സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാളെ പരലോകത്ത് വെച്ച് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര അടി, ഭയങ്കര തർക്കം. എന്താ തർക്കം എന്നറിയോ? ആ തർക്കത്തിനൊടുവിൽ ഭാര്യ അള്ളാഹുവിനോട് പറയാണ്, എന്റെ റബ്ബേ, ഈ നിൽക്കുന്ന എന്റെ ഭർത്താവ് എനിക്ക് യാതൊരുവിധ അദബും പഠിപ്പിച്ചു തന്നിട്ടില്ല, യാതൊരുവിധ ദീനിയായ ഇൽമും എനിക്ക് നൽകിയിട്ടില്ല. അപ്പൊ ഭാര്യ നമുക്ക് കൺകുളിർമ നൽകണമെങ്കിൽ, ഭാര്യ നമ്മെ അനുസരിക്കണമെങ്കിൽ, ഭാര്യയിൽ നിന്ന് സമാധാനവും സന്തോഷവും ലഭിക്കണമെങ്കിൽ നമ്മൾ ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ടോ? അവരെയും പങ്കെടുപ്പിക്കണം. നമ്മൾ ജുമാഅക്ക് പോകുന്നുണ്ടോ? അവരെയും കൊണ്ടുപോകണം. അങ്ങനെ ഇൽമിയായ എല്ലാ സദസ്സുകളിലേക്കും നമ്മുടെ ഭാര്യമാരെ കൊണ്ടുപോയി അവർക്ക് ദീനിയായ ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കണം. ഇസ്ലാമികമായ അദബുകൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള ഭാര്യയിൽ നിന്നും നമുക്ക് സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, ആശ്വാസം ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും കൃത്യമായി പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഭാര്യയോട് ചെയ്യേണ്ട കടമയും കടപ്പാടും എന്തൊക്കെയാണ് എന്ന് ഒരു ഭർത്താവ് എന്ന നിലക്ക് ഞാനും നിങ്ങളും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഇസ്ലാമികമായ മര്യാദകൾ പ്രകാരം ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പരിപൂർണമായ രൂപത്തിൽ പൂർത്തിയാക്കി കൊടുക്കാൻ ഭർത്താക്കന്മാരെന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ ഗൗരവത്തോടെ താക്കീതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ സൂചിപ്പിക്കപ്പെട്ട വചനങ്ങളിലൂടെയും ആയാത്തുകളിലൂടെയും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ രൂപത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കുടുംബത്തിലും സന്തോഷവും സമാധാനവും ആശ്വാസവും ഉണ്ടാകാൻ കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ദീനിയായ ഒരു കുടുംബമായി ഭാര്യയായി നമ്മുടെ ഭാര്യമാരെ വളർത്തിക്കൊണ്ടുവരാൻ ജീവിക്കാൻ ഞാൻ നിങ്ങൾ പരിശ്രമിക്കുക. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ, അപാകതകൾ, പാപങ്ങൾ കരുണാമയനായ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, നാടൊരു കൂട്ട നരകത്തിലേക്കും മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്കും അനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ ഞങ്ങളേവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് ഈ ദുനിയാവിൽ നിന്നും നീ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, ഞങ്ങളുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ,
ഓൺലൈൻ ദാഇമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ വിശാലമാക്കി ആ കബറിടത്തിൽ പ്രകാശം പരത്തി അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ എല്ലാവിധ പ്രയാസങ്ങളും ദൂരീകരിച്ച് ആ കടബാധ്യതകൾ ഹലാലായ മാർഗത്തിലൂടെ വീട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. അവർക്ക് നീ ശിഫ പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ അഫ്വ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.